കോഴിക്കോട് ഐ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്ന സംഭവത്തിൽ തൽക്കാലം നടപടി വേണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ. നേതാക്കളെ വിളിച്ചുവരുത്തി വിശദീകരണം ചോദിക്കാനുള്ള നീക്കം കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വേണ്ടെന്ന് വെച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം ചർച്ച ചെയ്യും. രമേശ് ചെന്നിത്തല നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. വിവരങ്ങൾ നൽകാൻ KR സാജു ഉണ്ട്. സാജു, ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കുന്നത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ നീക്കം? തീർച്ചയായും അങ്ങനെയാണ്. കാരണം തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടയിലായിരുന്നു വയനാട് സീറ്റ് കൈവിട്ടു പോയതിലുള്ള അതൃപ്തിയുമായി ഐ ഗ്രൂപ്പ് നേതാക്കൾ കോഴിക്കോട് യോഗം ചേർന്നത്. തുടർന്ന് ആ യോഗത്തിൽ കോഴിക്കോട് DCC അധ്യക്ഷ പദവിയിൽ അവകാശവാദം ഉന്നയിക്കാനുമുള്ള ധാരണയൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ രഹസ്യയോഗം വിവാദമായി. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന സൂചന KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകുകയും യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനുമുള്ള തീരുമാനമെടുത്തത്. ഇന്ന് അതിനായി കോഴിക്കോട് എത്തുമെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിനിടയിൽ ഐ ഗ്രൂപ്പിനെ കൂടി പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇടപെട്ടു. അദ്ദേഹം 2 തവണ ടെലഫോണിലൂടെ മുല്ലപ്പള്ളിയുമായി ചർച്ച നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും തത്കാലം നടപടികൾ ഒന്നും എടുക്കേണ്ടെന്നും വിശദീകരണം ചോദിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് നേതാക്കൾക്കിടയിൽ ധാരണയാവുകയായിരുന്നു. തുടർന്ന് ഇന്ന് വിശദീകരണം ചോദിക്കാനുള്ള നീക്കത്തിൽ നിന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്മാറുകയും അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ അയവ് വരുത്തുകയും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു താൽക്കാലികമായി മാത്രമാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ട് താനും. കാരണം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഗ്രൂപ്പ് പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് ഇടയാക്കുന്ന ഒരു യോഗം ചേർന്ന രീതി ശരിയല്ല എന്ന നിലപാട് ഉണ്ട്. ഇതിനെ തുടർന്ന് ഇത്തരത്തിൽ ധാരണയായതിനെ തുടർന്ന് ഐ ഗ്രൂപ്പ് നേതാക്കളോട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നിർദ്ദേശം രമേശ് ചെന്നിത്തല നൽകുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജിത.